ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാട്സപ്പിൽ വന്ന മറ്റൊരു കിടിലം അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പം ആ ഒരു അപ്ഡേറ്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പം വാട്സപ്പിൽ വന്ന ആ ഒരു കിടിലം അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫേവറേറ്റ് കോൾ എന്നതാണ്. അപ്പം ഈ ഒരു അപ്ഡേറ്റ് എപ്പോഴും നിങ്ങൾ കോൾ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. അപ്പം വാട്സപ്പ് കോളൊക്കെ സ്ഥിരം ചെയ്യുന്ന വ്യക്തികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണിത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കോൾ എന്നത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ ആഡ് ടു ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കോൾ എന്ന സെക്ഷനിൽ നോക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ടു ഫേവറേറ്റ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ സ്ഥിരം വിളിക്കുന്ന വ്യക്തികളുടെ കോൺടാക്റ്റ് നമുക്കിവിടെ ആഡ് ടു ഫേവറേറ്റിൽ ആഡ് ചെയ്തിടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ആഡ് ചെയ്തിടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെപ്പോഴും നിങ്ങൾ വിളിക്കുന്ന ആ ഒരു കോൺടാക്റ്റ് അവിടെ വരികയും ചെയ്യും. ഇതുപോലെ സെർച്ച് ചെയ്യാൻ നിൽക്കേണ്ട, നമുക്ക് ആ ഒരു സെക്ഷനിൽ നിന്ന് ആ ഒരു വ്യക്തിയെ വിളിക്കാൻ ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ആഡ് ടു ഫേവറേറ്റ് എന്നത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൽ ഏത് കോണ്ടാക്റ്റ് ആണോ നിങ്ങൾക്ക് ആഡ് ടു ഫേവറേറ്റ് ആക്കേണ്ട ആ ഒരു കോണ്ടാക്റ്റ് സെർച്ച് ചെയ്തെടുക്കാം. ഇവിടെ ആ ഒരു കോണ്ടാക്റ്റിൻ്റെ പേര് സെർച്ച് ചെയ്യാം. എന്നിട്ട് ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് താഴെയായിട്ട് ഒരു ടിക്ക് ഐക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫേവറേറ്റ് എന്നതിനകത്ത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കോണ്ടാക്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാറ്റൊക്കെ ചെയ്തിട്ട് വന്നിട്ട് എപ്പോഴെങ്കിലും കോൾ ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ കോൾ എന്നതിൽ നോക്കാമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫേവറേറ്റ് സെക്ഷൻ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു ഫേവറേറ്റ് കോണ്ടാക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ കോൾ ചെയ്യാനും വീഡിയോ കോൾ ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്ന കോണ്ടാക്റ്റ് വേണ്ട, അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും സാധിക്കുന്നതാണ്. ഒരു ലോങ് പ്രസ് ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കോണ്ടാക്റ്റ് അവിടെ നിന്ന് മായുന്നതായിരിക്കും. അപ്പോൾ ഒന്നിൽ കൂടുതൽ കോണ്ടാക്റ്റുകൾ നമുക്ക് ഇത്തരത്തിൽ ആഡ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു 2 കോണ്ടാക്റ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ ആ ഒരു 2 കോണ്ടാക്റ്റും വന്നിട്ടുണ്ട്. ഇവിടെ മോർ എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോണ്ടാക്റ്റുകളുടെ ലിസ്റ്റ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇനിയും കോണ്ടാക്റ്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ആഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതും പോരാഞ്ഞിട്ട് ഇവിടെ എഡിറ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്തിടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കോണ്ടാക്റ്റ് ഫസ്റ്റിലോട്ടും ഈ ഒരു കോണ്ടാക്റ്റ് സെക്കൻഡായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതായി ഡ്രാഗ് ചെയ്തിടാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിത് ഡ്രാഗ് ചെയ്യാം. അതുപോലെ ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതെല്ലാം വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്തരത്തിൽ നമുക്ക് കോളുകൾ ഇനി ഫേവറേറ്റ് ആക്കിയിടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കോണ്ടാക്റ്റ് ഫേവറേറ്റ് ആക്കി ഇടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഫേവറേറ്റ് ആക്കിയിടാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വാട്സപ്പിൻ്റെ ബീറ്റാ വെർഷനിൽ ലഭ്യമാണ്. നിങ്ങൾ ബീറ്റാ വെർഷനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചെന്നിരിക്കാം. അടിപൊളിയായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എല്ലാവരും കിട്ടിയോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.